10 മിനിറ്റ് റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ശീലമാക്കാൻ കഴിയുന്ന ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗികമായ 10 ആരോഗ്യപരമായ ശീലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 10 കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ദിവസവും 10 മിനിറ്റ് സമയം മാത്രം മാറ്റിവെച്ചാൽ മതി. ഇതിൽ പല ശീലങ്ങളും ഒരുപക്ഷെ നിങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാവാം. പക്ഷേ ഈ പറയുന്ന 10 കാര്യങ്ങളും 10 ദിവസം തുടർച്ചയായി കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ്, അതായത് ഏകാഗ്രത, മെന്റൽ ക്ലാരിറ്റി അഥവാ മാനസികമായ വ്യക്തത, എനർജി ലെവൽ, പ്രൊഡക്ടിവിറ്റി എന്നിവ ഒരുപാട് മെച്ചപ്പെടുത്തും. അങ്ങനെ ഈ 10 ഹാബിറ്റ്സ് ഫോളോ ചെയ്ത് 11ാമത്തെ ദിവസമാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുണ്ടാവുന്ന മാറ്റം അറിയാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കണ്ട് വീഡിയോയിൽ പറയുന്ന എല്ലാ ശീലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതിൽ 7ാമത്തെ ശീലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ നല്ല ശീലങ്ങൾ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വീഡിയോയുടെ താഴെ യെസ് ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. നമ്പർ 1, ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ നടത്തിയ ഗവേഷണത്തിൽ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ 55% മുതൽ 75% വരെ ജലമാണ് എന്നാണ്. മറ്റൊരു ഗവേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ശരീരത്തിലെ വെള്ളത്തിന്റെ അളവിൽ 1% അല്ലെങ്കിൽ 2% പോലും കുറയുകയാണെങ്കിൽ ഈ നേരിയ കുറവ് കൊണ്ട് തന്നെ നിങ്ങളുടെ കൊഗ്നീറ്റീവ് ഫംഗ്ഷൻ ശരിയല്ലാതെയാവും. അതുകൊണ്ട് രാത്രി 8 മണിക്കൂർ നേരം ഉറങ്ങുമ്പോൾ വെള്ളമൊന്നും കുടിക്കാതെ കിടക്കുന്നതുകൊണ്ട് കാലത്തുണരുമ്പോൾ ശരീരത്തിൽ ജലത്തിന്റെ തോത് കുറവായിരിക്കും. അതുകൊണ്ട് ഉണർന്ന ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം നീക്കം ചെയ്യപ്പെടും. അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. പക്ഷേ വെള്ളത്തിന് പകരം കാലത്ത് ചായയോ കാപ്പിയോ ആണ് കുടിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് താൽക്കാലികമായ ഉണർവും ഉന്മേഷവും നൽകുമെങ്കിലും കാലത്തുണരുമ്പോൾ ശരീരത്തിൽ കൂടുതലായുള്ള കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഉച്ചയാവുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയും ഉറക്കം വരികയും ചെയ്യും. അതുകൊണ്ട് കാലത്ത് ഉണർന്ന ഉടൻ ചായക്കും കാപ്പിക്കും പകരം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. ഇത് പതിയെ കുറേശ്ശെയായി സമയമെടുത്ത് വേണം കുടിക്കാൻ. ഈ ഒരു ശീലം കൊണ്ട് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ എനർജി, ആൾട്ടർനെസ്, പ്രൊഡക്ടിവിറ്റി എന്നിവ ദിവസം ഉടനീളം കൂടുകയും ചെയ്യും. വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ മോട്ടീവ്സ് മീഡിയ ഫാമിലിയുടെ രണ്ടാമത്തെ ശീലം കാലത്ത് ഉണർന്ന ധ്വനിയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഫീച്ചർ നിങ്ങളെ പരിചയം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പല കാറ്റഗറീസിൽ വരുന്ന പവർഫുൾ നിരവധി ഓഡിയോ ബുക്ക് ധ്വനി മിലിറ്ററിയിലുള്ള ആളുകളെ കൊണ്ട് ദിവസവും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ഒരു ലോകത്തെ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റിൽ ഒരാളായ ജോർദാൻ പീറ്റേഴ്സൺ എപ്പോഴും ഈ ഒരു ശീലം, മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ്, ചെറിയ ജോലിയാണെങ്കിലും ഉടനെ ഒരു ജോലി പൂർത്തിയാകുകയാണെന്നൊരു തോന്നൽ തീർച്ചയായും ഈ തെറാപ്പി ഇനിയുള്ള ജോലികൾ നല്ലപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകും. പുറത്ത് 1000 മുതൽ കാര്യങ്ങളെല്ലാം നിയന്ത്രണത്തിൽ ഇതുപോലൊരു തെറാപ്പി എടുക്കുന്നതിനേക്കാൾ ഫ്രീ ഓഫ്, ഇതിന് പകരം കാലത്ത് നമ്മുടെ ഉടനെ ദിവസം മുഴുവൻ നിങ്ങൾക്കൊപ്പം. തീർച്ചയായും ഈ ഫീച്ചർ പരമാവധി പീസ്ഫുൾ, കൂടാതെ അനവധി മോട്ടിവേഷണൽ കാലത്ത് എന്തെങ്കിലും സെൽഫ് ഹെൽപ്പ് ഓഡിയോ ബുക്ക് സമറീസും നിങ്ങളുടെ മൂഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഇതുവരെ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ടെൻഷനും ഉറക്കം പോയതിന്റെ ദേഷ്യവും ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ദിവസവും നിങ്ങളുടെ മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് കാലത്ത് തന്നെ ശാന്തമായ മനസ്സിന് സന്തോഷം പകരുന്ന സംഗീതം കേട്ടുകൊണ്ട് ഉണരാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അന്നത്തെ ദിവസം പോസിറ്റീവായി നല്ല രീതിയിൽ ചെലവഴിക്കാൻ കഴിയും. ഇത് ശാസ്ത്രീയമായി കണ്ടെത്തിയ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഉച്ചത്തിലുള്ള അലാറം ടോൺ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ്ഫുള്ളായ ഒരു പാട്ടോ ഇൻസ്ട്രുമെന്റൽ സോങ്ങോ വയ്ക്കുക. ഇത് കേട്ടുകൊണ്ടിരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനെല്ലാം മാറ്റിവെച്ച് ജോലികൾ ചെയ്യാൻ കഴിയും. നമ്പർ 4, ഡീപ്പ് ബ്രീത്തിങ്. 4ാമതായി നിങ്ങൾക്ക് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഡീപ്പ് ബ്രീത്തിങ്ങും ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കാലത്ത് 10 മിനിറ്റ് നേരം ചെയ്താൽ തന്നെ ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസം വലിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻഷ്യസ് ആയ സമയത്ത് ശ്വാസം വലിക്കുമ്പോൾ വളരെ കുറച്ച് ശ്വാസം മാത്രമേ അകത്തേക്ക് കടക്കുന്നുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ അതിൽ നിന്ന് ജീവൻ നിലനിർത്താനുള്ള അത്രയും ശ്വാസം മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ശരീരം നല്ലപോലെ റിലാക്സ്ഡ് ആവാനും മനസ്സ് ശാന്തമാവാനും ശ്വാസകോശത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ശ്വാസം എത്താനുമായി കൂടുതൽ ആഴത്തിൽ ഡീപ്പായി ബ്രീത്ത് എടുക്കണം. ഇതിനായി നിങ്ങൾക്ക് 7 മുതൽ 11 വരെ ടെക്നിക്ക് ഉപയോഗിക്കാം. ഗഹനമായ ശ്വാസം വലിച്ച് 7 വരെ എണ്ണുക. പിന്നെ അത് പതിയെ 11ലേക്ക് എണ്ണിക്കൊണ്ട് പുറത്തു വിടുക. ഇങ്ങനെ ദിവസവും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്വസനം നടത്താൻ നിങ്ങൾക്ക് കഴിയും. നമ്പർ 5, 10 മിനിറ്റ് റീഡിംഗ്. അടുത്ത ശീലം 10 മിനിറ്റ് നേരം എന്തെങ്കിലും വായിക്കുക എന്നതാണ്. വായന എന്നത് തലച്ചോറിന് ഒരു വ്യായാമം പോലെയാണ്. നമ്മൾ പുതുതായി എന്തെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ തലച്ചോറിൽ പുതിയ ന്യൂറോൺ കണക്ഷൻസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ബുദ്ധി വികസിക്കുകയും അറിവ് കൂടുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നിങ്ങളുടെ IQ മെച്ചപ്പെടുത്താൻ കഴിയും.
ദിവസവും നേരത്തെ ഉണർന്ന് വെറും 10 മിനിറ്റ് നേരം വായിച്ചാൽ തന്നെ 1 വർഷം കൊണ്ട് 60 മണിക്കൂർ വായിക്കാൻ കഴിയും. ഇത് 8 സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാനുള്ള അത്രയും സമയമുണ്ട്. പക്ഷെ കാലത്തുണർന്ന് സെൽഫ് ഹെൽപ്പ് ബുക്സ് തന്നെ വായിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ഇങ്ങനെ കാലത്ത് 10 മിനിറ്റ് നേരം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കൂടുതൽ നന്നായി ഓർമ്മ നിൽക്കും. നമ്പർ 6, മൂവ് യുവർ ബോഡി. കാലത്ത് തന്നെ വ്യായാമം ചെയ്യുന്ന ശീലമുള്ളവർക്കും ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ രാവിലെ തന്നെ ഉണർന്ന് എക്സസൈസ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. ദിവസവും കാലത്ത് കിലോമീറ്ററുകളോളം ഓടി വ്യായാമം ചെയ്യുന്ന ഡേവിഡ് ഗോഗിൻസ് വരെ പറയുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ ആദ്യം ചെയ്തു തീർത്തുകൊണ്ടാണ് ദിവസം തുടങ്ങുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് ജിമ്മിലും വർക്കൗട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ഇതുപോലെ വളരെ പ്രയാസമേറിയ വ്യായാമമൊന്നും ചെയ്യണമെന്നില്ല. വീട്ടിൽ തന്നെ വെയ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ പുഷപ്പ്, യോഗ എന്നിവ ചെയ്യാവുന്നതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ 10 മിനിറ്റ് നേരം വെറും ബോഡി സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യാനായാൽ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ മെച്ചപ്പെടുത്താൻ കഴിയും. നമ്പർ 7, ടേക്ക് സൺലൈറ്റ്. ദിവസവും ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് പകലും രാത്രിയും കൃത്യമായി അറിയാൻ സഹായിക്കുന്നത് സൂര്യപ്രകാശമാണ്. അതുകൊണ്ട് കാലത്ത് ഉണർന്ന ഉടൻ 10 മിനിറ്റ് നേരമെങ്കിലും ഫോണും മാറ്റി വെച്ച് ഇളം വെയിൽ കൊള്ളുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിറാസിഡിൻ റിതം ശരിയാവും. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണായ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നിർത്തിവെച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകും. കൂടാതെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ നിങ്ങളുടെ മൂഡും മെച്ചപ്പെടും. പകരം നിങ്ങളൊരു മുറിക്കുള്ളിൽ പകലും രാത്രിയും അറിയാതെ അടച്ചിരുന്നാൽ അത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കും. വൈറ്റമിൻ ഡി ശരീരത്തിൽ എല്ലുകൾക്ക് ബലം കിട്ടാനും മറ്റ് അനവധി പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ ഒന്നാണ്. ഇത് കിട്ടാതിരുന്നാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് ദിവസവും 10 മിനിറ്റ് നേരം ഇതിനായി മാറ്റിവെക്കുക. നമ്പർ 8, ടേക്ക് എ കോൾഡ് ഷവർ. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കോൾഡ് ഷവർ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു എന്ന് പിൽക്കാലത്താണ് ശാസ്ത്രീയമായി കണ്ടെത്തിയത്. പക്ഷേ പ്രാചീന കാലം മുതൽക്കേ തന്നെ കോൾഡ് തെറാപ്പി പ്രചാരത്തിലുണ്ടായിരുന്നു. കാലത്ത് തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ ഉണരും. നിങ്ങളോട് കൂടുതൽ ഉന്മേഷവും ആൾട്ടർനെസ്സും ഉണ്ടാവും. നമ്പർ 9, പ്ലാൻ യുവർ ഡേ. നിങ്ങളുടെ ഓരോ ദിവസവും കൃത്യമായി പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ജോലികൾ എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ജോലികളായിരിക്കണം. ഈ ജോലികൾ ചെയ്തു തീർത്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പാടുള്ളൂ. ഇത് ചെയ്യാൻ ആവശ്യത്തിന് സമയം കിട്ടുന്ന തരത്തിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ദിവസത്തെ എനർജി ലെവൽ, ഓരോ സമയത്തുമുള്ള ഫോക്കസ് എന്നിവ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ ജോലികൾ ചെയ്യാനുള്ള സമയം ഫിക്സ് ചെയ്യാൻ. നമ്പർ 10, റിഫ്ലക്ഷൻ. ദിവസവും ഉണർന്നു കഴിഞ്ഞ് ഒരുപാട് സമയം നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ എന്നിവയെപ്പറ്റിയൊക്കെ ഓർത്തിരിക്കാറുണ്ട്. ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റിവെച്ച് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് നേടേണ്ടത്, അതിനുവേണ്ടി എന്താണ് എന്ന് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കുക. ഇങ്ങനെ 10 മിനിറ്റ് നേരം ഫോണും മറ്റ് ഡിസ്ട്രാക്ഷൻസും ഒന്നുമില്ലാതെ തനിയെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അനായാസം സഞ്ചരിക്കാനും ഓരോ ദിവസവും ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാനും കഴിയും.